ഹലോ ഫ്രണ്ട്സ്, ജോസ് ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. മ്യൂസിയത്ത് ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ നാട്. അവിടെ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൂവിൽ പോയിട്ട് നേരെ കഴിക്കാനായിട്ട് പോയത്. കഴിക്കാൻ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിലാണ് പോയത്. ക്യാൻറ്റീനിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത്. പക്ഷേ കിട്ടിയ നല്ല ഫുഡായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, നല്ല കറികളും തോരനും എല്ലാം നല്ലതായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പതിയെ ഫുഡ് കഴിച്ചിട്ട് ഒരു മണി സമയത്താണ് ഞങ്ങൾ അകത്ത് കയറിയത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വയറ് നിറയെ കഴിച്ചിട്ടൊക്കെയാണ് അകത്തോട്ട് കയറിയത്. കനകക്കുന്നിലും പാർക്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാറുണ്ട്. പക്ഷേ അകത്ത് അങ്ങനെ കയറുന്നത് വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു 5 വർഷത്തോളമായി ഞങ്ങൾ അകത്ത് കയറിയിട്ടൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്ര നാൾ ആയില്ലേ, അപ്പം പുതിയ മൃഗങ്ങളൊക്കെ വന്ന് കാണുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനുള്ളിൽ ഈ പ്രാവശ്യം എന്തായാലും പോകണമെന്ന് കരുതിയിട്ട് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇളയാൾക്ക് ഇപ്പോൾ 2.5 വയസ്സൊക്കെ. അപ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ത് മൃഗമാണ് എന്നൊക്കെ അറിയാമല്ലോ. അതുപോലെ ടി വിയിൽ കാണുന്നത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ല. പോകുന്നത് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്ക്. അപ്പോൾ രണ്ടുപേർക്കും നേരിട്ട് കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ടിക്കറ്റ് എടുക്കാൻ പോയപ്പം അവിടെ വലിയവർക്ക് 40ഉം കുഞ്ഞുങ്ങൾക്ക് 15ഉമാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. ആദ്യം തന്നെ തേണ്ട സിംഹാവാലം കുരങ്ങാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ 5 വർഷം മുന്നേ വന്നപ്പോൾ ഇതിനെക്കാട്ടിലും മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. അന്ന് ജിറാഫും സീബ്രയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പുള്ളിമാൻ തന്നെ നിറയെ ഒരു കൂട് നിറയെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ആ കൂടിനകത്ത് ഒരു 5 6 ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അത്രയ്ക്ക് കുറവാണ്. ചത്തുപോയോ അത് വേറെ ഇനി സ്ഥലത്തോട്ട് മാറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒത്തിരി കുറവാണ്. പോകുന്ന ഓരോ വഴിക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിയത്തിനകത്തുള്ള ഒരു പ്ലാന് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡിൽ കാണുന്ന മിക്ക മൃഗങ്ങൾ അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു 5 എണ്ണത്തിൻ്റെ ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 എണ്ണം കണ്ടു, ബാക്കി 3 കാണത്തില്ല. അതായിരുന്നു പോയപ്പോൾ അവസ്ഥ. അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അതേണ്ടേ അവിടെ ഒരു കഴുകൻ ഇരിപ്പുണ്ട് കേട്ടോ. ആ കെട്ടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ടേ, ഭയങ്കര വലുതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അതിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു മണ്ടയ്ക്ക് ഇരുന്നിട്ട്. ഞങ്ങൾ അങ്ങ് താഴെ മുതലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് താഴെ ഇറങ്ങിയായിരുന്നു. ചിങ്കണ്ണി മുതൽ അത് കിടക്കുന്ന താഴെ. ആ വഴിക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു പരിന്താസായിട്ട് ഇരിപ്പുണ്ട്. ഇതെന്തോ സീ ഈഗിളോ അങ്ങനെ എങ്ങാണ്ടാണ് പേരോടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഞങ്ങൾ ഇതുവഴിയാണ് അങ്ങ് താഴെ മുതലേ കാണാൻ പോകുന്നത്. വലിയൊരു മുതല, എന്തോ വലുപ്പമെന്ന് നോക്കിക്കേ. ഒരു വേറെ കാര്യം ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് പോയി നിന്നുമ്പോൾ കാണാനേ പറ്റത്തില്ല. അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. ഞങ്ങൾ കുറച്ചൊരു 2 സെക്കൻഡ് അവിടെ നിന്നെന്ന് തോന്നുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത്രയ്ക്ക് സ്മെല്ലായിരുന്നു, നിൽക്കാൻ വയ്യായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 4 5 ഒരു കുഞ്ഞും ആമയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്നപ്പോൾ തേണ്ടേ അതിന് മണ്ടക്കിരുന്ന കഴുകൻ തറയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഈ അനക്കം തട്ടുന്നിടത്തോട്ട് ഇങ്ങനെ ഓടുമായിരുന്നു കൊത്താനായിട്ട്. ഇങ്ങനെ അന്ന് അറിയത്തില്ലല്ലോ ഗ്ലാസ്സിനകത്തോടെ കിടക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് താഴെ കുറേ ഇതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആകപ്പാടെ ഉണ്ടെന്ന് പറയാൻ ഇതാണുള്ളത്. കുറേ കൊക്ക് എന്ന് പറഞ്ഞാൽ പല കളറ് പല വലുപ്പത്തിൽ ഇത് മാത്രമാണ് അതിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇത്രയൊന്നും ഇല്ല. ഫുള്ളും ഇതിനെ കഷ്ടിച്ച് തറ ഫുള്ളും ഭയങ്കര സ്മെല്ലും കാര്യമായിട്ട് കിടക്കാം കേട്ടോ. പിന്നെ കണ്ടത് കരടിയാണ് കേട്ടോ. കരടി ഞങ്ങൾ താഴത്തെല്ലാം നോക്കിയിട്ട് കണ്ടില്ല. നോക്കിയപ്പോൾ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. ഒരു 3 ഫുഡ് കഴിക്കുമായിരുന്നു ആ സമയത്ത്. അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കടുവ ഉണ്ടായിരുന്നു, പിന്നെ പെൺസിംഹം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളക്കടുവ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇന്നൊക്കെ മിസ്സായി കേട്ടോ. പിന്നെ മുള്ളമന്നി ഉണ്ടായിരുന്നു, മരപ്പട്ടി ഉണ്ടായിരുന്നു, പിന്നെ കുറുക്കനുണ്ടായിരുന്നു. കുറുക്കനൊക്കെ ഒരെണ്ണം. മുള്ളമന്നി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചെറുതും വലുതായിട്ട് നിറയെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിയത് പാമ്പിൻ്റെ ഇതിലായിരുന്നു. പാമ്പിൻ്റെ അവിടെ കയറിയിട്ട് ഒരു അനക്കൊണ്ട ഉണ്ടായിരുന്നു. പിന്നെ രാജവെമ്പാല ഉണ്ടായിരുന്നു, മൂർഖനുണ്ടായിരുന്നു, ചേര, അണലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു. കുറേ ഗ്ലാസ്സൊക്കെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ 2 മണിക്കൂറോളം അതിനകത്ത് നടന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഒരു ദിവസം സന്തോഷകരമായിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.